ഡെന്റിസ്ട്രിയും കാർഡിയോവാസ്കുലർ ഹെൽത്ത്, ഹാർട്ടിൻ്റെ ഹെൽത്തും തമ്മിലും കണക്റ്റഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഒരു കാർഡിയാക് സർജറിക്ക് മുമ്പ് എപ്പോഴും പ്രീ ഡെന്റൽ ഇവാലുവേഷൻ നെസസറി ആണ്. നമ്മുടെ കാൽക്കുലസ് ഡെപ്പോസിറ്റ്സ് അല്ലെ ടൂത്തിൻ്റെ ഓവറോൾ ഹൈജീൻ ആ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അതായത് കാർഡിയോളജി ട്രീറ്റ്മെൻറ്റ്, കാർഡിയോവാസ്കുലർ സർജറി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ഇതേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ്സ് പല്ലുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ബ്ലഡ് സ്ട്രീമിലോട്ട് പോയി ആ സർജറി ഫെയിൽ ആവാനോ അല്ലെങ്കിൽ എൻഡോകാർഡൈറ്റിസ് ഇൻഫെക്ഷൻ ഉണ്ടാവാനോ ചാൻസസ് ഉണ്ട്. കാർഡിയാക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് വേറെ പ്രോട്ടോക്കോളിലാണ്. അതായത് ചിലർക്ക് മിട്രൽ വാൽവ് റീഗർജിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് MR അല്ലെങ്കിൽ മിട്രൽ റീഗർജിറ്റേഷൻ ഉള്ള പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് ചെയ്തിട്ട് ക്ലീനിങ് പോലും ചെയ്യാൻ പാടുള്ളൂ. ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഫെക്ഷൻ ലോഡിനെ കുറച്ചിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ബ്ലഡ് തിന്നേഴ്സ് എടുക്കുന്ന പേഷ്യൻസ് കുറേ ഉണ്ടായിരിക്കും. അതായത് രക്തം അലിയിക്കുന്ന മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് കാർഡിയോളജി ഫിറ്റ്നസ് വാങ്ങിക്കാറുണ്ട്. എക്കോസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ്രിൽ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ സപ്പോസ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഫിറ്റ്നസ്, കാർഡിയാക് ഫിറ്റ്നസ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു റിലേഷനാണ്. കാർഡിയാക് സർജറിക്ക് മുമ്പ് നമ്മൾ പ്രീ ഡെന്റൽ ഇവാലുവേഷൻ ചെയ്യും, സ്കെയിലിംഗ് ചെയ്ത് അവർ ഫിറ്റ് ആണെന്നുള്ളൊരു ഒരു നോട്ട് നമ്മൾ കാർഡിയോളജിസ്റ്റിന് കൊടുക്കും. അവർ ആദ്യം ചോദിക്കും എങ്ങനെയാണ് അതിൻ്റെ റിസ്ക് അസോസിയേറ്റഡ് ഫാക്ടേഴ്സ് എന്താണ്, ഓവറോൾ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് ഉണ്ടോ, നമുക്ക് ഈ സർജറിക്ക് പോകാൻ പറ്റുമെന്ന് കാർഡിയോളജിസ്റ്റ് ചോദിക്കും. വായിലാണ് ഇൻഫെക്ഷൻ ഇരിക്കുന്നതെങ്കിൽ ഈവൻ കാർഡിയാക് സർജറി ഹീലിംഗ് ഫേസിൽ ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വായിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.